സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. SM എന്നല്ല, ഏത് പേപ്പറിൻ്റെയും RTP MTP പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ എക്സാം ഹാളിലോട്ട് കയറി പോകരുത്. റിവിഷൻ ടെസ്റ്റ് പേപ്പർ പ്രീവിയസ് അറ്റംപ്റ്റിൻ്റെയും മോക്ക് ടെക്സ്റ്റ് പേപ്പർ പ്രീവിയസ് അറ്റംപ്റ്റിൻ്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ പാസ്റ്റ് ഒരു 5 വർഷത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യൽ നിർബന്ധമാണ്. അതേ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ കട്ട് ആൻഡ് പേസ്റ്റ് അടിക്കും, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഇട്ട് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാണ് ഫുൾ ആവുന്നത്? നമ്മളാണോ അവരാണോ? പ്രീവിയസ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, ക്വസ്റ്റ്യൻ്റെ പേരൊന്ന് മാറ്റിയിട്ട് എക്സ് ലിമിറ്റഡ് ആണെങ്കിൽ Y ലിമിറ്റഡ് ആക്കി മാറ്റും, 5000 ആണെങ്കിൽ 2000 ആക്കി മാറ്റും, അല്ലെങ്കിൽ സ്ട്രാറ്റജിൻ്റെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് അവർ എന്ത് ചെയ്യും? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഒരു കാരണവശാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ RTP MTP ഒന്നും വർക്കൗട്ട് ചെയ്യാതെ ഒരു കുട്ടികളും CA ഇൻ്റർൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടികളും എന്ത് ചെയ്യരുത്? എക്സാം ഹാളിലോട്ട് കയറി പോകരുത്. ദിസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേപ്പർ നമ്പർ 6 പാർട്ട് B. പാർട്ട് A FM ആണ്, പാർട്ട് B ആണ് നിങ്ങളുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള പുതിയ റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTP ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണണം. ഓക്കെ, A to Z കാണണം. നമ്മൾ MCQ അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വീഡിയോ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ RTP കിടിലം മോഡലാണ്, കിടിലം സ്ട്രക്ചറിലാണ് RTP വന്നിട്ട്. കളർ മാറ്റിയിട്ടുണ്ട്, അതിന് ഫോർമാറ്റ് മാറ്റിയിട്ടുണ്ട്, അല്ലേ? പലതിൻ്റെയും ഫോം വരെ അവർ മാറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ അവർ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം RTPക്കകത്ത് അവർ ഫസ്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് MCQ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് മൊത്തം 30 മാർക്സിന് MCQ ഉണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. മൊത്തം നമുക്ക് എത്ര മാർക്സിന് MCQ ഉണ്ട്? FM ആൻഡ് SM എന്ന് പറയുന്ന പേപ്പറിനകത്ത് ടോട്ടൽ വരുന്നത് അവർ 30 മാർക്സിന് MCQ ഉണ്ട് അല്ലേ? ഈ 30 മാർക്സിന് MCQക്കകത്ത് 50 മാർക്സിന് MCQ നിങ്ങൾക്ക് FM എന്നും വരും, അതുപോലെ തന്നെ 50 മാർക്സിന് MCQ നിങ്ങൾക്ക് SM എന്നും വരും. ഓക്കെ, അപ്പോൾ ഈ 50 മാർക്സ് SM-ൻ്റെ 50 മാർക്സിൽ നിന്നും ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി ആയിരിക്കും അല്ലേ? ബാക്കി വരുന്ന ഒരു 7 അല്ലെങ്കിൽ ബാക്കി വരുന്ന ഒരു 8 7 or 8 7 8 മാർക്ക്. അപ്പോൾ ഇവിടെ 6 or 7 ആയിരിക്കും. ബാലൻസ് വരുന്ന മാർക്കിന് മാത്രമായിരിക്കും അവർ നിങ്ങൾക്ക് ഡയറക്റ്റ് MCQ ആയിട്ട് അവർ ചോദിക്കാം. ഓക്കെ ആണോ? അപ്പോൾ അതിൽപ്പെട്ട ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് അവരിവിടെ കൊടുത്തത്. ഫസ്റ്റ് വൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനകത്ത് ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് അവർ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്തുള്ളത്. ഇത് നിങ്ങൾക്ക് വായിക്കാവുന്നതെന്നുള്ളൂ. ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് വായിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു ഇൻ്റഗ്രേറ്റഡ് കേസ് സ്റ്റഡി. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമുക്ക് MCQ 1 by 1 ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് MCQ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോർമലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ചെയ്യാം. MCQ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? MCQയിലോട് തിരിച്ചു വരാം. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡിസ്കസ് ചെയ്യും. അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? MCQ പോർഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കടന്നു വരാം. ഓക്കെ, അപ്പോൾ RTPക്കകത്ത് അവർ ക്വസ്റ്റ്യൻ എങ്ങനെ കൊടുക്കുക അറിയോ? ചാപ്റ്റർ വൈസ് ആണ് ക്വസ്റ്റ്യൻ അവർ കൊടുക്കുക. ചാപ്റ്റർ നമ്പർ 1 അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ കൊടുക്കും. പിന്നെ ചാപ്റ്റർ നമ്പർ 2 ചാപ്റ്റർ നമ്പർ 2കകത്ത് വന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ചാപ്റ്റർ നമ്പർ 3കകത്ത് വന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് നോക്കാം. ചാപ്റ്റർ നമ്പർ 1നകത്ത് നിന്ന് ഇപ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ചാപ്റ്റർ നമ്പർ 1 എന്താ അറിയില്ല എല്ലാവർക്കും? ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അവിടെ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമ്പർ 1നകത്ത് ഏത് ക്വസ്റ്റ്യൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തുള്ളത്? ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചോക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ABC ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, എ ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ഫോർമുലേറ്റിംഗ് ഇസ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്. ഒരു കമ്പനി ABC ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ആ കമ്പനി എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആ കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഓഫ് ABC ഫാർമസ്യൂട്ടിക്കൽ വാണ്ട്സ് ടു ഡിഫൈൻ ദ കമ്പനീസ് ഫ്യൂച്ചർ ഡയറക്ഷൻ, ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ. അപ്പോൾ ABC എന്ന് പറയുന്ന ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ CEO അല്ല, അതിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഈ കമ്പനിയുടെ ഭാവിയിലെ ഡയറക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആ കമ്പനിക്ക് ആവശ്യമായ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യണം. ആ കമ്പനിക്ക് ആവശ്യമായ ഗോൾസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, their aims to create a vision that set the organization apart and provide a road map of company's growth. കമ്പനിയുടെ മുന്നോട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ കമ്പനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ എവിടെ ആയിരിക്കും? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ അവർ എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഏകാരം ചോദിക്കാൻ വേണ്ടി പോകാം. നോക്കാം, നമുക്ക് ഫുൾ ആയിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി പറയുകയാണ് അല്ലെ നെക്സ്റ്റ് പറയുന്നത് ABC ഫാർമസ്യൂട്ടിക്കൽ ആസ്പയർസ് ടു എൻറിച്ച് ദ ലൈവ്സ് ഓഫ് പീപ്പിൾ ബൈ പ്രൊഡ്യൂസിംഗ് ഹൈ ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസ് ആൻഡ് വാണ്ട്സ് ടു ബിക്കം ദ വേൾഡ് ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ബൈ 2030. അപ്പോൾ ABC ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ലോകത്തെ തന്നെ നമ്പർ 1 കമ്പനി ഞങ്ങളെ കമ്പനി ആക്കി മാറ്റണം എന്ന് 2030 ആകുമ്പോഴേക്കും നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ട് മാറുന്ന ഒരു കമ്പനി ലോകത്തിലെ ഏറ്റവും നല്ലൊരു കമ്പനി ആയിട്ട് മാറണം എന്നതാണ് ആരുടെ ലക്ഷ്യം? ഈ ABC ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ലക്ഷ്യം. ആര് ലക്ഷ്യം വെക്കുന്നതാ? ടോപ്പ് മാനേജ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ? ബേസ്ഡ് ഓൺ ദിസ് കോണ്ടെക്സ്റ്റ്. ഈ കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് കോണ്ടെക്സ്റ്റാ? ഈ ഒരു എയിമിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എന്താ അവരുടെ എയിം? എന്താ? 2030 ആകുമ്പോഴേക്കും ഞങ്ങളുടെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് മാറണം. ഇതാണ് അവരുടെ ലക്ഷ്യം അല്ലേ? ബേസ്ഡ് ഓൺ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഡ്രാഫ്റ്റ് എ വിഷൻ and a mission statement that could be formulated by the top management of ABC Pharmaceutical. അപ്പോൾ നിങ്ങളുടെ അവർ എന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ചോദിച്ചത്? ഇറ്റ്സ് എ GK ക്വസ്റ്റ്യൻ.
ICAI നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ABC ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന കമ്പനി ആ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വിഷൻ സ്റ്റേറ്റ്മെൻറ്റും മിഷൻ സ്റ്റേറ്റ്മെൻറ്റും നിങ്ങളോട് അവർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. സോ ഡ്രാഫ്റ്റ് എ വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക, ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക. എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, എക്സാമിന് പുതിയൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെ ആവില്ല വേറൊരു കുട്ടി ഡ്രാഫ്റ്റ് ചെയ്യുക, അല്ലേ? അതുപോലെ ആവില്ല വേറൊരുത്തൻ ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഓരോ കുട്ടികളും ഡ്രാഫ്റ്റ് ചെയ്യുന്ന വിഷൻ സ്റ്റേറ്റ്മെൻറ്റും മിഷൻ സ്റ്റേറ്റ്മെൻറ്റും സെയിം ആയിരിക്കോ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലേ? ഒരിക്കലും സെയിം ആവില്ല. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് വരാൻ സാധ്യത വളരെ കുറവാണ്. ഇത് RTPക്കകത്ത് അവർ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രീവിയസ് RTP നോക്കുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ബട്ട് പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരിക്കലും കാണാൻ കഴിയില്ല. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് റിസ്ക് എടുക്കേണ്ട, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് വിഷൻ, എന്താ മിഷൻ, എന്താ ഇവിടെ എന്താ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു സെലസ്റ്റർ ആൻസർ എങ്ങനെയാണോ ഇവർ കൊടുത്തിട്ടുള്ളത് അതേപോലെ പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഈ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, ഒരു വിഷനും ഒരു മിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുക. ഒരിക്കലും ക്വസ്റ്റ്യൻ അവർ മാറ്റൂല, കമ്പനി മാറ്റൂല, നേച്ചർ ഒരിക്കലും മാറ്റാൻ വേണ്ടി പോകുന്നില്ല. അവർ ചോദിക്കുകയാണെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ അവർ ചോദിക്കുള്ളൂ. കാരണം ഇതൊരു GK ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവരുടെ സെലസ്റ്റർ ആൻസറിൽ എന്താണോ കൊടുത്തുള്ളത് നിങ്ങൾ അത് അതുപോലെ പഠിച്ചാൽ മതി. ഓക്കെ ആണോ? നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ സെലസ്റ്റർ ആൻസർ എടുക്കുക. എന്താണ് കമ്പനിയും, അല്ലേ? വിഷൻ എന്താണെന്ന് എഴുതി കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ കമ്പനിൻ്റെ, അല്ലെ, ഈ കമ്പനിയുടെ വിഷൻ എന്താ നിങ്ങൾ എഴുതി കൊടുക്കുക. ആ കമ്പനിൻ്റെ മിഷൻ എന്താണെന്ന് എഴുതി കൊടുക്കുക, അല്ലേ? ഒരു കമ്പനിൻ്റെ വിഷനിലോട്ടും മിഷനിലോട്ടും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡ്രാഫ്റ്റ് വിഷൻ ആൻഡ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ വിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഡ്രാഫ്റ്റ് ചെയ്യണം, മിഷൻ സ്റ്റേറ്റ്മെൻറ്റും ഡ്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ ആണോ? ആര് ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സെലസ്റ്റർ ആൻസർ എന്താണുള്ളത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ഓക്കെ, ഇതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വെരി 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 സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തുള്ളത്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ചാപ്റ്റർ നമ്പർ 1 വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഡിഫൈൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് ആൾസോ ഡിഫൈൻ ദ ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എന്ത് പ്രോസസ്സാണ്? ഇസ് എ മാനേജിയൽ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജിയൽ പ്രോസസ്സാണ്. അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ, ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യും, സ്ട്രാറ്റജി ക്രാഫ്റ്റ് ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ടോ ഫൈനലി എനി കറക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് നീഡഡ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നമ്മൾ അവിടെ കറക്റ്റീവായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കൊടുക്കും. ഇതാണ് എന്ത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി നമ്മൾ പഠിച്ചതാ. വാട്ട് ഈസ് മീൻ ബൈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതിൻ്റെ ലിമിറ്റേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോ കൊടുത്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ഫസ്റ്റ് വൺ, നമുക്കറിയാം എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടെർബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, ടെർബുലൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സെക്കൻഡ് വൺ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ടു ഡിഫിക്കൽട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് റെസ്പോൺസ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് റെസ്പോണ്ട് ചെയ്യുക, എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുമോ? ഈ 4 പോയിൻ്റാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ലിമിറ്റേഷനായിട്ട് കൊടുത്തുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കണ്ടോ, ഫസ്റ്റ് അവർ എന്താ കൊടുത്തുള്ളത്? ഫസ്റ്റ് അവർ കൊടുത്തുള്ളത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ ചെയ്ത് കൊടുത്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്, ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഇനീഷ്യേറ്റിംഗ് കറക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേർ ഡീംഡ് അപ്രോപ്രിയേറ്റ്. നെക്സ്റ്റ് അവർ എന്താ കൊടുത്തത്? കണ്ടോ, കറക്റ്റ് ഇതുപോലെ എഴുതി കൊടുക്കണേ. നെക്സ്റ്റ് അവർ എഴുതി കൊടുത്തത് ദീസ് ക്യാൻ ബി. അല്ലേ? ഇനി പറയുകയാണ് ഒരിക്കലും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇല്ലാതെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷനാണ് താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് വൺ, എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടെർബിൾ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി തേർഡ് വൺ ഇസ് എ കോസ്റ്റ്ലി പ്രോസസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് വൺ കോമ്പറ്റീഷൻ ഈസ് അൺപ്രഡിക്റ്റബിൾ, വിച്ച് മീൻസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് കോമ്പറ്റീറ്റേഴ്സ് റെസ്പോൺസ്. ദീസ് ആർ ദ 4 ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതിനകത്ത് വരുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാക്സിമം പോയ ഒരു 3-4 നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താ? ലിമിറ്റേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻ കഴിഞ്ഞു. ഈ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാവശ്യം മോക്ക് ടെസ്റ്റ് പേപ്പറിനകത്ത് ചോദിച്ചത്. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്താണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഓർമ്മ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് വരുന്ന കണ്ടന്റ് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 വെച്ച് നോക്കി. റിയ ശർമ്മ, ഓണർ ഓഫ് എ കോൺഫെഷണറി ബിസിനസ് ഇൻ ജയ്പൂർ. ഒന്നുമില്ല, ജയ്പൂരിലെ ബിസിനസ് സംഘത്തിൻ്റെ ഓണറാണ് ആര്? റിയ ശർമ്മ. ഓക്കെ, സ്പെഷ്യലൈസിങ് ഇൻ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ക്യാൻഡീസ്. അവരുടെ ജോലി എന്താ? അവർ എന്തിലാണ് സ്പെഷ്യലൈസേഷൻ എടുത്തുള്ളത്? ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ക്യാൻഡീസ്. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ despite the holding a substantial market share in the central region, her business has experienced declining the sale of these products over the last few years. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ ബിസിനസ്സിന് എന്താ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഡിക്ലൈനിങ് ആണ്, സെയിൽ കുറവാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ ബിസിനസ്സിന് സെയിൽ കുറവാണ്.
എന്തുകൊണ്ട് വാട്ട് എവർ മേ ബി അവരുടെ ബിസിനസ്സിന് കുറച്ച് കാലമായിട്ട് സെയിൽ കുറഞ്ഞുകൊടുക്കുകയാണ് അല്ലേ. നിങ്ങളോട് ചോദിക്കുകയാണ് കൺസേൺഡ് അബൌട്ട് ദ മാർക്കറ്റ് ഡൈനാമിക്സ് അല്ലേ, മാർക്കറ്റിനകത്ത് വരുന്ന ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ റിയ കൺസൾട്ട് എ മാനേജ്മെന്റ് എക്സ്പെർട്ട് ഫോർ ഗൈഡൻസ്. അപ്പോൾ റിയ എന്ത് ചെയ്തു, ഒരു മാനേജ്മെന്റ് എക്സ്പെർട്ടിനെ പോയി കണ്ടു ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. എന്ത് പ്രശ്നമാടാ, അവരുടെ കഴിഞ്ഞ വർഷമായിട്ട് അവരുടെ ബിസിനസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി പറയുകയാണ് ദ കൺസൾട്ടന്റ്. അപ്പോൾ ആ കൺസൾട്ടന്റ് എന്ത് ചെയ്തു കൊടുത്തു, ദ കൺസൾട്ടന്റ് റെക്കമെൻഡ് എ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് പഠിച്ചിട്ടുണ്ടോ? ആ കൺസൾട്ടന്റ് ആരോട്, റിയനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം എന്താ, നിങ്ങളുടെ കമ്പനിക്കകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ വരുന്ന കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിനെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ബൈ ദ മിസ്റ്റർ റിയ ശർമ്മ ടു അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ടു അഡ്രസ് ദ സെയിൽസ് ഡിക്ലൈൻ. ക്വസ്റ്റൻ എന്താ, അപ്പോൾ ആ കൺസൾട്ടന്റ് റിയോട് പറഞ്ഞു കൊടുത്ത് എന്താ അറിയോ, നിങ്ങളുടെ കമ്പനിക്കകത്ത് വരുന്ന എന്ത് പ്രശ്നമാണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിനെ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നത് എക്സാമിന് ചോദിക്കുകയാണ് ആ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്. അപ്പോൾ റിയ ഫോളോ ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പാണ്. ആ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പിൻ്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്. ദിസ് ഈസ് യുവർ ക്വസ്റ്റൻ. വാട്ട് ഈസ് മീൻ ബൈ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സ്റ്റെപ്സ് ഫോളോഡ് ബൈ ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റേഴ്സ്. ഒരു ബിസിനസ് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ നമ്മൾ മനസ്സിലാക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറഞ്ഞ പേരാണ് കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ്. അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. 5 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റർ, ഞാൻ എൻ്റെ കോമ്പറ്റീറ്ററെ മനസ്സിലാക്കണം. സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ അവർ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റർ. തേർഡ് വൺ ഞാൻ എന്ത് ചെയ്യണം, അവരുടെ സ്ട്രെങ്ത് മനസ്സിലാക്കണം അല്ലെ, ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ട്രെങ്ത് മനസ്സിലാക്കണം. ഫോർത്ത് വൺ അണ്ടർസ്റ്റാൻഡിങ് ദ വീക്ക്നെസ്, ഞാൻ വീക്ക്നെസ് ഐഡൻറ്റിഫൈ ചെയ്യണം, അവരുടെ സ്ട്രെങ്ത്തും ഞാൻ മനസ്സിലാക്കണം, അവരുടെ വീക്ക്നെസ് ഞാൻ മനസ്സിലാക്കണം. ഈ രണ്ടും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, പുട്ട് ഓൾ ഇൻഫർമേഷൻ ടുഗദർ. ഈ എല്ലാ ഇൻഫർമേഷൻ ഞാൻ എന്ത് ചെയ്യണം, ഒന്നാക്കി മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കോമ്പറ്റീറ്ററെ ശരിക്കും ഞാൻ മനസ്സിലാക്കണം. ഇതാണ് 5 സ്റ്റെപ്പ് വരുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇപ്രാവശ്യം എക്സാമിന് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ. ഓക്കെയാണ്. വാട്ട് ഈസ് മീൻ ബൈ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോളോഡ് ബൈ ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. നോക്കാം, നമുക്ക് സജസ്റ്റ് ആൻസർ നോക്കാം. എക്സാമിന് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തുള്ളത് നോക്കാം. ഓക്കെ, കണ്ടോ ഫസ്റ്റ് വൺ കണ്ടോ, അവർ കൊടുത്ത എന്താണ്, ഇതാണ് സ്റ്റെപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റർ, നിങ്ങൾ എന്ത് ചെയ്യണം, കോമ്പറ്റീറ്റർ മനസ്സിലാക്കണം. ഓക്കെ, സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ചെയ്യണം, സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീറ്റർ, തേർഡ് വൺ ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് കോമ്പറ്റീറ്റർ അല്ലെ, ഫോർത്ത് വൺ ഡിറ്റർമിൻ ദ വീക്ക്നെസ് ഓഫ് കോമ്പറ്റീറ്റർ, ആൻഡ് ലാസ്റ്റ് വൺ പുട്ട് ഓൾ ഇൻഫർമേഷൻ ടുഗദർ. എല്ലാ ഇൻഫർമേഷൻ നമ്മൾ എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടണം. സിമ്പിൾ അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിനും ചോദിക്കുന്നത്. അതല്ലാതെ പുതിയ മെത്തേഡ്സോ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ഒന്നും എക്സാമിന് വരുന്നില്ല. ഓക്കെ, മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ, സെക്കൻഡ് ചാപ്റ്റർ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ക്വസ്റ്റൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് കർവ്. ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പീരിയൻസ് കർവ് എന്താ ആൻഡ് ഹൈലൈറ്റ്സ് ഇസ് റെലവൻസ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അതെന്താന്ന് മാത്രം ഇത് കൊടുത്താൽ പോരാ, അത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ എങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്. എന്താ എക്സ്പീരിയൻസ്? നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് കർവ് എന്താ, ത്രൂ റിപ്പീറ്റേറ്റീവ് വർക്കിലൂടെ കിട്ടുന്ന ഒരു കർവാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. എക്സ്പീരിയൻസ് കർവ് അതിൻ്റെ പിക്ചർ വരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ നോക്കാം. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പീരിയൻസ് കർവ് എന്ന് പറഞ്ഞാൽ കൊടുത്തുള്ളത് അല്ലെ. എക്സ്പീരിയൻസ് കർവ് എന്താ, എക്സ്പീരിയൻസ് കർവ് ഈസ് എ ലേണിംഗ് കർവ്. ഫസ്റ്റ് വൺ ഇസ് എ ലേണിംഗ് കർവ് വിച്ച് എക്സ്പ്ലെയിൻ ദ എഫിഷ്യൻസി ഇൻക്രീസ് ഗെയിൻഡ് ബൈ ദ വർക്കേഴ്സ് ത്രൂ റിപ്പീറ്റേറ്റീവ് പ്രൊഡക്റ്റീവ് വർക്ക്. ഒരു വർക്കറുടെ വർക്ക് റിപ്പീറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോഴാണ് പുള്ളിക്കാരൻ്റെ എഫിഷ്യൻസി കൂടുക അല്ലേ. ഇനി പറയാണ് എക്സ്പീരിയൻസ് കർവ് ഈസ് ബേസ്ഡ് ഓൺ, ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെ കോമൺ ഫിനോമിന, ഒരു നോർമൽ ഫിനോമിന, ഒരു കോമൺ ആയ ഒരു കാര്യത്തിൻ്റെ ബേസിലാണ് എക്സ്പീരിയൻസ് കർവ് ഉണ്ടാവുക. എന്താണ് എക്സ്പീരിയൻസ് കർവ് ഉദ്ദേശിക്കുന്നത്? നോക്കിയേ, യൂണിറ്റ് കോസ്റ്റ് ഡിക്ലൈൻ ആസ് ഫേം അക്യുമുലേറ്റ് ദ എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് അക്യുമുലേറ്റീവ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഒരു കമ്പനി വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൂട്ടിയാൽ മാത്രമേ കമ്പനിക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? വോളിയം കൂട്ടിയാൽ മാത്രമേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വോളിയം കൂട്ടിയാൽ മാത്രമേ കമ്പനിക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വോളിയം കൂട്ടുന്നതനുസരിച്ച് വർക്കേഴ്സിൻ്റെ ജോലി കൂടും, അവരുടെ എക്സ്പീരിയൻസ് കൂടും അല്ലേ. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യാം, വർക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കൂടുന്നത്. ഓക്കെ, ഇതാണ് എന്ത് എക്സ്പീരിയൻസ് കർവിൻ്റെ ഡെഫിനേഷൻ കൊടുത്തുള്ളത്. ഇനി അത് എങ്ങനെയൊക്കെ ബെനിഫിറ്റ് ആവും. എക്സ്പീരിയൻസ് കർവ് ഹാസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ഫസ്റ്റ് വൺ, ബിസിനസ് വലുതാവുന്നതിനനുസരിച്ച് എന്ത് കൂടും, എക്സ്പീരിയൻസ് കൂടുന്നുണ്ട് അല്ലേ. ബിസിനസ് ഗ്രോ, ദ എക്സ്പീരിയൻസ് മേ ബി ഇൻക്രീസ്, ദ എക്സ്പീരിയൻസ് മേ ബി ഗെയിൻഡ്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് മേ പ്രൊവൈഡ് ആൻ അഡ്വാൻറ്റേജ് ഓവർ കോമ്പറ്റീഷൻ, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എക്സ്പീരിയൻസ് ഇല്ല ഫേമിന് എന്ത് കിട്ടുള്ളൂ, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്പീരിയൻസ് ഈസ് എ കീ ബാരിയർ ടു എൻട്രി. എക്സ്പീരിയൻസ് ഒരു ബാരിയർ ടു എൻട്രി. ഹൈ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫേം ഉണ്ടെങ്കിൽ ആ ഫേമിൻ്റെ അടുത്തോട്ട് വന്ന് ബിസിനസ് ചെയ്യാൻ ആർക്കും ധൈര്യപ്പെടില്ല. കാരണം എന്താ, അത്രയും എക്സ്പേർട്ട് കമ്പനിയാണ്, അത്രയും എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. അവിടെ പോയിട്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, ബിസിനസ് ചെയ്യാൻ വേണ്ടി പോകില്ല. ഓക്കെ, അപ്പോൾ അതൊരു കീ ബാരിയർ ടു എൻട്രി ആണെന്ന് പറഞ്ഞു. ലാർജ് ആൻഡ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻ പോസസ് സ്ട്രോങ്ങർ എക്സ്പീരിയൻസ് കർവ്. വലിയ നല്ല സ്ട്രോങ് ആയ കമ്പനിക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, നല്ല എന്തുണ്ടാവും, എക്സ്പീരിയൻസ് കർവ് ഉണ്ടാവും. ഓക്കെ ആണോ. ദിസ് ഈസ് വാട്ട് എക്സ്പീരിയൻസ് കർവിൻ്റെ ഒരു ഡെഫിനേഷനും കൊടുത്തുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സാമിന് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
കഴിഞ്ഞു. ഇനിയാണ് നിങ്ങളുടെ തേർഡ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? സ്ട്രാറ്റജിക് അനാലിസിസ്, ഇന്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിൽ നിന്നും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഒരുപാട് സ്ട്രാറ്റജി പഠിച്ചോർമ്മയുണ്ട്. മൈക്കൽ പോർട്ടേഴ്സ്, അതായത് മൈക്കൽ പോർട്ടേഴ്സിൻ്റെ സ്ട്രാറ്റജിയുടെ പറഞ്ഞ പേര് എന്താ? ജനറിക് സ്ട്രാറ്റജി അല്ലെ. നമ്മൾ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി പഠിച്ചു, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി പഠിച്ചു, ഫോക്കസ് സ്ട്രാറ്റജി, ഫോക്കസ് ഇസ് അഗെയിൻ ഡിവൈഡ് ഇൻടു ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ പഠിച്ചു, ഫോക്കസ്ഡ് കോസ്റ്റ് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി വേറെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയക്കകത്ത് നിന്നാണ് ഒരു ക്വസ്റ്റൻ വന്നത്. നോക്കാം നമുക്ക് ഏത് സ്ട്രാറ്റജിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് സ്ട്രാറ്റജിയാണെന്നുള്ളത്. ഓക്കെ ആണോ? നമ്മുടെ ക്ലാസ് മര്യാദയ്ക്ക് കണ്ട് പഠിച്ചവരാണെങ്കിൽ മാത്രം. ഓക്കെ, നോക്കാം. ABC ലിമിറ്റഡ് ഈസ് എ ബിവറേജ് മാനുഫാക്ചറിംഗ് കമ്പനി. ഒരു ബിവറേജ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ABC ലിമിറ്റഡ് അല്ലേ. ഇത് ചീഫ്ലി മാനുഫാക്ചർ സോഫ്റ്റ് ഡ്രിങ്ക്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ദ പ്രൊഡക്റ്റ് ആർ പ്രൈസ്ഡ് ഓൺ ലോവർ സൈഡ് വിച്ച് ഹാസ് മെയ്ഡ് ദ കമ്പനി എ ലീഡർ ഇൻ ദ ബിസിനസ്. കമ്പനി എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? വില ഒന്ന് കുറച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനി അവിടെ കിങ് ആണ്, മാർക്കറ്റിൽ കമ്പനി കിങ് ആണ്. ഇനി പറയുകയാണ് കറൻറ്റ്ലി ഇറ്റ് ഹോൾഡ് 35% ഓഫ് മാർക്കറ്റ് ഷെയർ. ആ ഒരു മാർക്കറ്റിലെ 35% ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏത് കമ്പനി? ABC ലിമിറ്റഡ് അല്ലേ, ബിവറേജ് മാനുഫാക്ചറിംഗ് കമ്പനി. ഓക്കെ, ഇനി പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ R&D ഡിപ്പാർട്ട്മെന്റ്. എന്താ R&D ഡിപ്പാർട്ട്മെന്റ്? എന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു? ഡെവലപ്ഡ് എ ഫോർമുല ഫോർ മാനുഫാക്ചറിംഗ് ഷുഗർ ഫ്രീ ബിവറേജ്. വെരി ഇമ്പോർട്ടൻറ്റ്. അവർ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു? ഷുഗർ ഫ്രീ ബിവറേജ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലേ. മധുരം ഒഴിവാക്കിയിട്ട് ഷുഗർ ഫ്രീ ബിവറേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഈ കമ്പനി തീരുമാനിച്ചു. ഏത് കമ്പനിയാണ്? ABC ലിമിറ്റഡ്. ഓക്കെ, ഓൺ സക്സസ്ഫുൾ ട്രയൽ ആൻഡ് അപ്രൂവൽ ബൈ ദ കോമ്പറ്റന്റ് അതോറിറ്റി. ട്രയൽ ചെയ്തു അല്ലെ, ഒന്ന് ട്രയൽ എടുത്ത് നോക്കി. ഇത് വിജയിക്കോ അല്ലേ, പരാജയപ്പെടുന്ന ട്രയൽ ചെയ്ത് നോക്കി. ദ കമ്പനി വാസ് ഗ്രാൻഡഡ് ടു ദ മാനുഫാക്ചർ ഷുഗർ ഫ്രീ ബിവറേജ്. അങ്ങനെ ട്രയൽ വിജയിച്ചു. അവരെന്ത് ചെയ്തു? ഈ ഷുഗർ ഫ്രീ ബിവറേജ് ഓപ്പൺ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, ദിസ് കമ്പനി ഈസ് പൈനിയർ ടു ലോഞ്ച് ഷുഗർ ഫ്രീ ബിവറേജ്. അല്ല, ഈ കമ്പനി ആക്ച്വലി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അവർ ഈ ഒരു പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. വിച്ച് ആർ സോൾഡ്. അവരത് എങ്ങനെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്? മാർക്കറ്റിൽ അവർ എങ്ങനെ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അറ്റ് എ റിലേറ്റീവ്ലി ഹൈ പ്രൈസ്. മാർക്കറ്റിൽ അവർ വില കുറച്ചിട്ടാണോ, വില കൂട്ടിയാണോ, അല്ലെങ്കിൽ വില കുറച്ചിട്ടാണോ എങ്ങനെ വിൽക്കുന്നത്? റിലേറ്റീവ്ലി ഹൈ പ്രൈസ്. അപ്പോൾ അവർ വില കൂട്ടിയിട്ടാണ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഏതാണ് സ്ട്രാറ്റജി. വില കുറച്ച് വിൽക്കുമ്പോൾ നമ്മളിത് പറഞ്ഞു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു. വില കൂട്ടി വിൽക്കുമ്പോൾ പ്രീമിയം പ്രൈസ് വിൽക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇതേ സ്ട്രാറ്റജി വരെ നോക്കാം നമുക്ക്. ഇതുവരെ ഏതാ? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവർ എന്താ വില കൂട്ടി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദിസ് ന്യൂ പ്രൊഡക്റ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് വൈഡ്ലി ബൈ എ ക്ലാസ് ഓഫ് കസ്റ്റമർ. ഒരു ക്ലാസ് ഓഫ് കസ്റ്റമർ എന്ത് ചെയ്യും? ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യും, ഒരു സംശയമില്ല. ദീസ് പ്രൊഡക്റ്റ് ഹാവ് പ്രൂവ്ഡ് പ്രോഫിറ്റബിൾ ഫോർ ദ കമ്പനി. ഈ പ്രൊഡക്റ്റ് കമ്പനിക്ക് പ്രോഫിറ്റ് തന്നെയാണെന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ഐഡന്റിഫൈ ദ സ്ട്രാറ്റജി എംപ്ലോയ്ഡ് ബൈ ദിസ് കമ്പനി ഓഫ് ABC ലിമിറ്റഡ്. ഈ ABC ലിമിറ്റഡ് കമ്പനി ഫോക്കസ് ചെയ്ത സ്ട്രാറ്റജി ഏതാണ്? ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതിയോ? പോരാ. ആൻഡ് പ്ലസ് എന്താ? നിങ്ങളോട് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്താ മെൻഷൻ ചെയ്യേണ്ടത്? മെൻഷൻ വാട്ട് മെഷേഴ്സ് കുഡ് ബി അഡോപ്റ്റഡ് ബൈ ദ കമ്പനി ടു അച്ചീവ് ദ എംപ്ലോയ്ഡ് സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജി കമ്പനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് കൊണ്ടുവരണം? അച്ചീവിങ് ഓഫ് സ്ട്രാറ്റജി. ഓക്കെ ആണോ? ഇനി നിങ്ങൾ പറയാം എന്താ ആൻസർ? എന്താ? ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഷുഗർ ഫ്രീ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോവാണ്. അവർ ആ പ്രൊഡക്റ്റ് ട്രയൽ ചെയ്തു, വിജയിച്ചു. ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ ഇറക്കുമ്പോൾ വില കൂട്ടി വയ്ക്കുന്നത് വില കൂട്ടി വിൽക്കാൻ വേണ്ടി പോവാണ്. ഒരു കാറ്റഗറി ഓഫ് ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വില കൂട്ടി വിൽക്കുമ്പോൾ അത് ഏത് സ്ട്രാറ്റജിയാടാ? നിങ്ങൾ പറയുന്ന സ്ട്രാറ്റജിയാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. നമ്മൾ പഠിച്ചിട്ട് എന്താ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി? സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ്, യുണീക്കായ പ്രൊഡക്റ്റ് അല്ല, പ്രീമിയം പ്രൈസ് ചാർജ് കൊണ്ട് ചെയ്യുക, കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്ന സമയത്ത് അച്ചീവിങ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി അതിനായിരിക്കും 2 മാർക്ക് ഉണ്ടാവുക. അപ്പോൾ 2 മാർക്ക് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് എഴുതി കൊടുക്കുക. ബാക്കി വരുന്ന 3 മാർക്ക് എന്താണ്? അച്ചീവിങ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഞാൻ എൻ്റെ കമ്പനി ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ ഞാൻ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം അല്ലേ? ആ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി കിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്? അച്ചീവിങ് നമ്മൾ ഓൾറെഡി പഠിച്ച കസ്റ്റമറുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ പെർഫോമൻസ് നമ്മൾ എപ്പോഴും കൂട്ടിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു. ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മൾ വിറ്റുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു. സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ കീപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു 6-7 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നോക്കാം നമുക്ക് എന്താ ആൻസർ. 11ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. 1 by 1 ആക്കി നോക്കാം. ഓക്കെ, കണ്ടോ? അക്കോർഡിംഗ് ടു ദ പോർട്ടർ, മൈക്കൽ പോർട്ടറിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അല്ലെ 3 സ്ട്രാറ്റജി ഉണ്ട്. ഏതൊക്കെയാണത്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഉണ്ട്, ഡിഫറൻസിയേഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ട് അല്ലേ? ഇനി ഇവിടെ പറയുന്നത് ഈ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഓപ്റ്റഡ് ഫോർ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഈ കമ്പനി ഇവിടെ ഓപ്റ്റ് ചെയ്തതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ദ കമ്പനി ഹാസ് ഇൻവെസ്റ്റഡ് എ ഹ്യൂജ് എമൗണ്ട് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്ഡ് എ ഫോർമുല ഫോർ മാനുഫാക്ചറിംഗ് ഷുഗർ ഫ്രീ ബിവറേജ് ടു ഗിവ് ദ കസ്റ്റമർ വാല്യൂ ആൻഡ് ക്വാളിറ്റി. കസ്റ്റമർക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യാൻ വേണ്ടി? മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ്? ഷുഗർ ഫ്രീ ബിവറേജുകൾ അവർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പോകാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ സ്പെസിഫിക് കസ്റ്റമർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒരുപാട് കസ്റ്റമർ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറൻഷിയേറ്റഡ് ആൻഡ് യൂണിക് ഷുഗർ ഫ്രീ ബിവറേജ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ചാർജ് റിലേറ്റീവ്ലി ഹൈ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ പറയുന്ന ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയാണ്. ഓക്കെ ആണോ?
ഇതാണ് ആൻസർ. അപ്പോൾ കമ്പനി ഓപ്റ്റ് ചെയ്ത ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഇനി പറയാണ് അച്ചീവിംഗ് ഓഫ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. ഈ ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി കിട്ടണമെങ്കിൽ ഒരു കമ്പനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്തൊക്കെ അച്ചീവ് ചെയ്യണം? നമ്മൾ ഓൾറെഡി പഠിച്ചതാ. മാച്ച് ദ പ്രൊഡക്റ്റ് വിത്ത് ദെയർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. പെർഫോമൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റും സർവീസും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ബയേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നോവേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബ്രാൻഡ് ഇമേജ് ബ്രാൻഡ് വാല്യൂ നമ്മൾ കൂട്ടണം. യുണീക്ക് ഫീച്ചറിൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ചാപ്റ്റർ നമ്പർ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി ചാപ്റ്റർ നമ്പർ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ക്വസ്റ്റൻ ഇല്ലാത്തൊരു ക്വസ്റ്റൻ ഇപ്പോൾ കാണാൻ പറ്റില്ല. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദർ ആർ 4 സ്പെസിഫിക് ക്രൈറ്റീരിയ ഫോർ സസ്റ്റൈനബിൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ദാറ്റ് ദ ഫേം ക്യാൻ യൂസ് ടു ഡിറ്റർമിൻ ദോസ് capability that is known as core competency. Explain. കോർ കോമ്പറ്റൻസി എന്താ? ക്വസ്റ്റ്യൻ എന്താ? 4 സ്പെസിഫിക് ക്രൈറ്റീരിയ. ഒരു 4 ക്രൈറ്റീരിയ. എന്തിൻ്റെ ക്രൈറ്റീരിയ ഏതാ? സസ്റ്റൈനബിൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ദാറ്റ് ഫേം ക്യാൻ യൂസ്. ഒരു കമ്പനിക്ക് അവരുടെ റിസോഴ്സും കപ്പബിലിറ്റീസും, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞത് റിസോഴ്സും ഉണ്ട് കപ്പബിലിറ്റീസും ഉണ്ട്. ആ റിസോഴ്സിനെയും കപ്പബിലിറ്റീസ് നമ്മൾ പറയുമ്പോൾ കോർ കോമ്പറ്റൻസി. ഒരു കമ്പനിയുടെ യൂണീക്ക് സ്കില്ലാണെന്ത്? കോർ കോമ്പറ്റൻസി. അപ്പോൾ ആ കോർ കോമ്പറ്റൻസി ഒരു കമ്പനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഒരു കമ്പനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് വരുന്ന 4 ക്രൈറ്റീരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആ റിസോഴ്സിനും കപ്പബിലിറ്റീസിനും വേണ്ട 4 ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? റയർ ആയിരിക്കണം, നോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം, വാല്യൂ പ്രൊവൈഡ് ചെയ്യണം അല്ലേ? ഈ പോയിന്റ് തന്നെ സെയിം പോയിന്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 12ാമത്തെ ക്വസ്റ്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസർ കൊടുത്തുള്ളത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഉണ്ടോ? ദ 4 സ്പെസിഫിക് criteria of sustainable competitive advantage that firm can use to determine those capability. ആ സെയിം ക്വസ്റ്റൻ അതുപോലെ എടുത്ത് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ആ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ വാല്യബിൾ ആയിരിക്കണം, പിന്നെ റയർ ആയിരിക്കണം, പിന്നെ കോസ്റ്റ്ലി ടു ഇമിറ്റേറ്റ് ആയിരിക്കണം, പിന്നെ നോൺ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് അത് നമ്മുടെ പ്രൊഡക്റ്റിന് പകരം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇമിറ്റേറ്റ് ചെയ്യാൻ നല്ല കോസ്റ്റ് വരും അല്ലേ. റയർ പ്രൊഡക്റ്റ് ആയിരിക്കണം, വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇതൊക്കെയാണ് എന്ത് 4 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതുപോലത്തെ ക്വസ്റ്റൻ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റൻ ആണ് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 3 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ. ഇനി ചാപ്റ്റർ നമ്പർ 4 നോക്കിയേ. എന്താണ് ചാപ്റ്റർ നമ്പർ 4 ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച ക്വസ്റ്റൻ നോക്കാം. ഓക്കെ, 4ന്റെ പേരെന്താ? സ്ട്രാറ്റജിക് ചോയ്സ് അല്ലേ. ഫസ്റ്റ് വൺ, XYZ കോർപ്പറേഷൻ ഇസ് എ മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ഓപ്പറേറ്റിംഗ് ഇൻ വേരിയസ് ഇൻഡസ്ട്രി. XYZ എന്ന് പറയുന്നൊരു കമ്പനി. ഓക്കെ, ദേ ഹാവ് എ ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡിങ് അവർക്ക് അവരുടെ ബിസിനസ് ഒരുപാട് പോർട്ട്ഫോളിയോസ് ഉണ്ട്. ഒരുപാട് ബ്രാഞ്ച് അല്ല, ഒരുപാട് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് അവർ ഡീൽ ചെയ്യുന്നത്. നോക്കി ഏതൊക്കെയാണ് ആ കമ്പനിക്കുള്ള പോർട്ട്ഫോളിയോസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവിഷൻ ഉണ്ട്, പിന്നെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ വേറെ ഡിവിഷൻ ഉണ്ട്, പിന്നെ മെച്യൂർ ഇൻഡസ്ട്രിയൽ മെഷീനറി ഡിവിഷൻ വേറെ ഉണ്ട് അല്ലേ, പിന്നെ ന്യൂ എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് യൂണിറ്റ്. എന്താ സംഭവം? എന്താ? ഒന്നുമില്ല, ഞാൻ ഇവിടെ എന്താ കാണിച്ചു തരാം. ആ കമ്പനിയുടെ പേരെന്താ നോക്കിയേ. ഈ കമ്പനിയുടെ പേര് എന്താ? ഈ കമ്പനിയുടെ പേര് XYZ എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനി എന്ത് ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാംസങ് എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ആ കമ്പനി മൊബൈൽ ഫോൺ വിൽക്കുന്നുണ്ട് അല്ലേ. പിന്നെ ആ കമ്പനി എന്ത് വിൽക്കുന്നത്? റെഫ്രിജറേറ്റർ വിൽക്കുന്നുണ്ട്. ആ കമ്പനി TV വിൽക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ കമ്പനിയുടെ പോർട്ട്ഫോളിയോസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ടല്ലേ, ആ കമ്പനി പേര് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനി വിൽക്കുന്ന ഫസ്റ്റ് വൺ ഏതാ? ഫസ്റ്റത്തെ കമ്പനി ഡിവിഷനാണത് ഇലക്ട്രോണിക് ഡിവിഷൻ എന്ന് പറഞ്ഞ ഡിവിഷൻ. സെക്കൻഡ് വൺ, ആ കമ്പനിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. തേർഡ് വൺ, ആ കമ്പനിക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് മെഷീനറി ഡിവിഷൻ ഉണ്ട്. ഫോർത്ത് വൺ, കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് യൂണിറ്റുകളുണ്ട്. 4 യൂണിറ്റുകളാണ് ഒരു കമ്പനിക്ക് വരുന്ന 4 ടൈപ്സ് ഓഫ് യൂണിറ്റുകൾ. ഒന്നുമില്ല അവിടെ നിന്ന്. ഓക്കെ, ഇനി പറയുകയാണ് വിച്ച് ഡിവിഷൻ ഓഫ് XYZ കോർപ്പറേഷൻ വുഡ് മോസ്റ്റ് ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയ മനസ്സിലായല്ലേ അല്ലേ. അപ്പോൾ പറയാണ് ഓക്കെ, എ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് യൂണിറ്റ്. ഓക്കെ, വിച്ച് ഡിവിഷൻ ഓഫ് XYZ കോർപ്പറേഷൻ വുഡ് മോസ്റ്റ് ലൈക്ലി ബി ക്ലാസിഫൈഡ് ആസ് എ സ്റ്റാർ ഇൻ ദ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്. അപ്പോൾ ഈ പറയപ്പെടുന്ന 4 ഡിവിഷനിൽ നിന്നും ഏത് ഡിവിഷനെയാണ് നമുക്ക് BCG മെട്രിക്സ് പ്രകാരം BCG മെട്രിക്സിന് അണ്ടറിൽ വരുന്ന സ്റ്റാർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആക്ച്വലി എന്താ ക്വസ്റ്റൻ എന്താണ് BCG മെട്രിക്സ്? അതിനകത്ത് വരുന്ന സ്റ്റാർ എന്ന് പറഞ്ഞ കാറ്റഗറി എന്താണ്? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി XYZ എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനിക്ക് 4 ഡിവിഷൻ ഉണ്ട്. കൊമേഴ്സ് ഡിവിഷൻ ഉണ്ട്, ഇലക്ട്രോണിക് ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ മെഷീനറി ഡിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിവിഷൻ ഉണ്ട്. ഈ 4 ഡിവിഷനെയും കമ്പനി കമ്പയർ ചെയ്യുമ്പോൾ BCG മെട്രിക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ സ്റ്റാർ എന്ന് പറഞ്ഞ കാറ്റഗറി നമുക്ക് ഏത് കമ്പനി ഉൾപ്പെടുത്താൻ പറ്റും? അപ്പോൾ ഏത് കമ്പനി ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം BCG മെട്രിക്സ് അണ്ടറിൽ വരുന്ന സ്റ്റാർ കാറ്റഗറി എന്താ നോക്കണ്ടേ? ശരിയല്ലേ? അപ്പോൾ സ്റ്റാർ കാറ്റഗറി നമ്മൾ എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ BCG മെട്രിക്സ് നോക്കണം.
അതുപോലെ അതിനകത്ത് വരുന്ന 4 വരുന്നത് ഏതൊക്കെ? സ്റ്റാർ വരുന്നുണ്ട്, ക്യാഷ് കൗ വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്, ഡോഗ് വരുന്നുണ്ട്. ഇതാണ് BCG മെട്രിക് സെൻറ്ററിൽ വരുന്ന 4 കീ ഫാക്ടേഴ്സുകൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തോ ചോദിച്ചാണ്, എന്താണ് BCG മെട്രിക്സ് അല്ലെ? BCG മെട്രിക്സിനകത്ത് വരുന്ന സ്റ്റാർ കാറ്റഗറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ് ഡിവിഷൻസ് ഓർ ബിസിനസ് യൂണിറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ 4 കാറ്റഗറി. നമുക്ക് 4 കാറ്റഗറി ആക്കി തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഏതൊക്കെയാണ്? സ്റ്റാർ ആക്കി തിരിക്കാം, ക്യാഷ് കവ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്. ദീസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ കോമ്പിനേഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വെർട്ടിക്കലും ഉണ്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഒന്ന് മാർക്കറ്റ് ഷെയറുമാണ്, മറ്റൊന്ന് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്. മാർക്കറ്റ് ഷെയറിൻ്റെയും ഗ്രോത്തിൻ്റെ റേറ്റിൻ്റെയും ബേസിലാണ് കമ്പനികളെ നമ്മൾ എന്താ പറയുക 2 കാറ്റഗറി ആക്കി തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ഇനി പറയുന്നു, ഒരു ഫേം എ സ്റ്റാർ ഇൻ BCG മെട്രിക്സ് റെപ്രസെൻറ്റ്. സ്റ്റാറിനകത്ത് വന്ന എന്താണ് ആ ഒരു ഫേം റെപ്രസെൻറ്റ് ചെയ്യുക? സ്റ്റാറിനകത്താണ് നിങ്ങളുടെ ഫേം വരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൂടുതലേക്കാരം? ഗ്രോത്ത് റേറ്റും കൂടുതലേക്കാരം. നിങ്ങൾക്ക് എന്ത് കൂടുതലേക്കാരം? ഷെയറും കൂടുതൽ അല്ല, ഗ്രോത്ത് റേറ്റും കൂടും, മാർക്കറ്റ് ഷെയറും കൂടും. അപ്പോൾ ഹൈ മാർക്കറ്റ് ഷെയർ ആൻഡ് ഹൈ ഗ്രോത്ത് റേറ്റ്, ഈ 2 കാറ്റഗറി വരുന്ന ഫേം മാത്രമേ എവിടെ വരുള്ളൂ? സ്റ്റാർ എന്ന് പറഞ്ഞ കാറ്റഗറി വരുള്ളൂ. ഓക്കെ, കാരണം ഇവിടെ പറയുന്നുണ്ട് ഹൈ മാർക്കറ്റ് ഷെയർ ആക്കാരം, ഹൈ ഗ്രോത്ത് റേറ്റ്. In this scenario, the newly established software development unit would be classified as a star. അപ്പോൾ 4 യൂണിറ്റ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, പിന്നെ നമ്മൾ പറഞ്ഞത് ഒന്ന് സോഫ്റ്റ്വെയർ, ഒന്ന് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം പറഞ്ഞ്, പിന്നെ മെഷീനറിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഇങ്ങനെ ഒരു 4 ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ത്? നോക്കിയേ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. അത് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റിൻ്റെ എന്ത് കൂടുതലാണെന്ന് അവിടെ പറഞ്ഞത്? ആ സോഫ്റ്റ്വെയർ ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് യൂണിറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ്. അവിടെ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ്, പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സജസ്റ്റിംഗ് ദാറ്റ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ കമ്പനിക്ക് എന്താണ്? ആ കമ്പനിക്ക് ഹൈ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും അവർ പറഞ്ഞത്. ഗ്രോത്ത് റേറ്റും കൂടുതലായിരിക്കും, അവർക്ക് എന്തും കൂടുതലാണ്? ഹൈ മാർക്കറ്റ് ഷെയറും ഇവർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുക സ്റ്റാർ എന്ന് പറഞ്ഞ ഈ 4 ഇ-കൊമേഴ്സ് ആവട്ടെ, മെഷീനറി ഡിപ്പാർട്ട്മെൻറ്റ് ആവട്ടെ, ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് സ്റ്റാർ കാറ്റഗറിയിലോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞതാണ് അത് നമ്മുടെ ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം എന്താ? അവർ എന്താ ക്വസ്റ്റിനകത്ത് പറഞ്ഞത്? ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്, പുതുതായിട്ട് തുടങ്ങിയ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് കൂടുതലാണ്? മാർക്കറ്റ് റേറ്റും കൂടുതലാണ്, അവർക്ക് മാർക്കറ്റ് ഗ്രോത്ത് റേറ്റും കൂടുതലാണ്, അവർക്ക് ഷെയറും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സ്റ്റാർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും? ഈ പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർ കാറ്റഗറി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, സ്റ്റാർ typically require significant investment to fuel their growth, but they have a potential to become a future cash flow as a market mature. Therefore, software development unit high growth potential and opportunity to capture a substantial market share along with them. So the BCG matrix നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് എന്താക്കി തീർക്കാൻ പറ്റും? പറഞ്ഞത് സ്റ്റാർ കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഒരു കമ്പനിക്ക് 4 ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ കൊണ്ട് വെച്ച് നോക്കി. ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് 4 ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അതിൽപ്പെട്ട ഒരു ഡിവിഷൻ ആണോ XYZ എന്ന് പറഞ്ഞ കമ്പനിക്ക് 4 ഡിവിഷൻ. ഫസ്റ്റ് വൺ ഒന്ന് കൺസ്യൂമർ ഇലക്ട്രോണിക് ഡിവിഷനാണ്. സെക്കൻഡ് വൺ ഗ്രോവിംഗ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. തേർഡ് വൺ മെച്യൂർ ഇൻഡസ്ട്രിയൽ മെഷീനറി ഡിവിഷനാണ്. അതിൽ ഫോർത്ത് വൺ ആണത് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ്. ഈ ഒരു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുന്ന വാക്ക് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്തത്? സ്റ്റാറിലോട്ട് മാറിയത്. വെറും ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് സോഫ്റ്റ്വെയർ എന്നാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുതുതായിട്ട് തുടങ്ങിയ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരുപാട് എന്തുവാണ്? പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ നമുക്ക് എന്താ? അവർക്ക് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാറിലാണ് എന്ത് വേണ്ടത്? ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. ഓക്കെ ആണോ? പഠിച്ചിട്ടില്ലേ? ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എവിടെയാണ്? സ്റ്റാർ കാറ്റഗറിയിലാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻസ്. വെരി ഇത് നല്ല കിഡിലൻ ക്വസ്റ്റ്യൻ ആണല്ലേ? കിഡിലൻ ക്വസ്റ്റ്യൻ ആണ്. BCG മെട്രിക്സ് നിങ്ങൾക്ക് സ്റ്റാറിൽ ഏതൊക്കെ വരും? ഹൈ ഗ്രോത്ത് റേറ്റ് ആൻഡ് ഹൈ മാർക്കറ്റ് ഷെയർ. ക്വസ്റ്റ്യൻ മാർക്കിൽ ഏതൊക്കെ വരും? ഡോഗിൽ ഏതൊക്കെ വരും? ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ 14 ആണ്. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഈസ് ഓപ്പോസിറ്റ് ഓഫ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? ഇവിടെ പറയുകയാണ്, നിങ്ങളോട് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്താ പറയുക? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എക്സ്പാൻഷൻ സ്ട്രാറ്റജിൻ്റെ ഓപ്പോസിറ്റ് ആണോ? യെസ്, ഓപ്പോസിറ്റ് ആണ്. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയും എക്സ്പാൻഷൻ രണ്ടാണ് അല്ലേ? അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി? നമ്മൾ ഓൾറെഡി പഠിച്ചു. സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി എന്നാൽ ഒരു കമ്പനിക്ക് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യണം, മുന്നോട്ട് പോകണം. അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ റീഡിഫൈനിങ് ഓഫ് ബിസിനസ്സിനെ മുറിക്കണം അല്ലെ? ഇപ്പോഴുള്ള ബിസിനസ്സിനെ ഒന്നും കൂടി റീഡിഫൈൻ ചെയ്തിട്ട് പുതിയ ബിസിനസ് ആക്കി മാറ്റണം. സ്റ്റെബിലിറ്റി അങ്ങനെയാണോ? ഇല്ല, ഇപ്പോൾ പോലെ ഇങ്ങനെ ചെയ്താൽ മതി, പോയാൽ മതി. ഇതാണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതി കൊടുക്കുക? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ യോജിക്കുന്നുണ്ടെന്ന് പറയണം. സെക്കൻഡ് വൺ, നിങ്ങൾ എന്താണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി ഫുൾ ഒരു പാരഗ്രാഫിൽ 5-6 നിങ്ങൾ ഫസ്റ്റ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങൾ എഴുതി കൊടുക്കണം. പിന്നെ അതിന് താഴെ എന്ത് ചെയ്യണം? എക്സ്പാൻഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് എഴുതി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കുന്നുണ്ടെന്ന് പറയണം. പിന്നെ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയെ കുറിച്ച് നിങ്ങൾ എഴുതി കൊടുക്കണം. ലാസ്റ്റ് വൺ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പാൻഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കാം, ആൻസർ നോക്കാം അല്ലേ? ആൻസർ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ആൻസർ നോക്കാം. ഇൻസ്റ്റോട് അങ്ങനെ കണ്ടോ? ഫസ്റ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി
ഈ പേര് കൊടുത്തതുപോലെ തന്നെ അത് സേഫ് ഗാർഡിങ് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് സ്ട്രെങ്ത് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിനേഷൻ അവർ കറക്റ്റാക്കി എന്തിട്ടുണ്ട് ഈ ഒരു ലൈനിനകത്ത് ഫുൾ എന്തിനെ പറ്റി പറയുന്നുണ്ട്, അവർ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ കണ്ടോ. പിന്നെ ഓൺ ദ അതർ ഹാൻഡ് സെക്കൻഡ് ഏതാ എക്സ്പാൻഷൻ സ്ട്രാറ്റജി. ഇവിടെ ഫുൾ അവർ എന്ത് പറയുന്നുണ്ട്, എക്സ്പാൻഷൻ സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞ അതേ ഡെഫിനേഷൻ ഉണ്ടല്ലോ, ഡെഫിനേഷനും ക്യാരക്ടറിസ്റ്റിക്സും ഇത് കൊണ്ടിട്ടാൽ മതി. ഡെഫിനേഷനും ക്യാരക്ടറിസ്റ്റിക്സും ഇതേപോലെ എന്ത് ചെയ്താൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ പോയിന്റ് ആക്കി എഴുതരുത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിരുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ. അപ്പോൾ എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തെന്ന് കൊടുക്കണം. ലിസ്റ്റ് ഔട്ട് ചോദിക്കാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ, അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തെന്ന് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ 4th ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, എന്താണ് സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയും എന്താണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആണ്, സ്ട്രാറ്റജി വാല്യുവേഷൻ നോക്കാം. ലാസ്റ്റ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഈ 15 ക്വസ്റ്റ്യൻ നമ്പർ 15 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എക്സാമിന് മേ ബി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, ബട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ മെക്കൻസി മോഡൽ പഠിച്ച് ഓർമ്മയുണ്ടോ, ഒരു കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് മെക്കൻസി മോഡൽ. ഓക്കെ, ആ മെക്കൻസി മോഡലിൻ്റെ ക്വസ്റ്റൻ ആണ്. നമ്മൾ ഹാർഡ് എസ്സുകൾ പഠിച്ചിട്ടുണ്ട്, സോഫ്റ്റ് ടൈപ്സ് ഓഫ് എസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റൻ ആണത്. യോർക്ക് ഇൻവെസ്റ്റേഴ്സ് റെക്കഗ്നൈസിംഗ് ഇൻ ഇമ്പോർട്ടൻസ് ഓഫ് അലൈനിങ് ഇസ് ഓർഗനൈസേഷൻ എലമെൻറ്റ് വിത്ത് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് ഹാസ് സ്ട്രാറ്റജിക്കലി ഇൻവെസ്റ്റഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ആ യോർക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മനസ്സിലായി, കമ്പനി നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രാറ്റജിക്കലി മൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കമ്പനി എവിടെ ഇൻവെസ്റ്റ് ചെയ്തു, കുറേ ഫണ്ട് ആ കമ്പനി ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു, കമ്മ്യൂണിക്കേഷനിലൂടെ അവരെന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. ദ കമ്പനി എയിം, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു എൻഹാൻസ് ഓർ ടു ഇൻക്രീസ്, കൂട്ടണം. എന്ത് കൂട്ടണം, ദ സ്കിൽ ആൻഡ് കപ്പബിലിറ്റീസ് ഓഫ് ഹിസ് വർക്ക് ഫോഴ്സ് ത്രൂ കോംപ്രഹെൻസീവ് ട്രെയിനിങ് ആൻഡ് ഇനിഷ്യേറ്റീവ്. ഇപ്പോൾ കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ നിലവിലുള്ള സ്റ്റാഫുകൾക്ക് അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. എന്നിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് അവരുടെ കഴിവുകൾ, സ്കില്ലുകൾ എന്ത് ചെയ്യണം, അത് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം. ഓക്കെ, സൈമൾട്ടേനിയസ്ലി അതേപോലെ തന്നെ യോർക്ക് ഇൻവെസ്റ്റേഴ്സ് ലിവറേജ് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ടു സ്ട്രീം ലൈൻ ഈസ് ഓപ്പറേഷൻ ആൻഡ് ഇംപ്രൂവ് ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അവരുടെ സ്കില്ല് കൂട്ടണം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല പുതിയ ടെക്നോളജി കൊണ്ടുവന്നുകൊണ്ട് അവരുടെ കമ്പനിയിൽ പല കോസ്റ്റുകളും കട്ട് ചെയ്യണം, അവരുടെ എഫിഷ്യൻസി എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എൻഷ്യൂർ സീംലെസ് കൊളാബറേഷൻ ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ അക്രോസ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ആ കമ്പനിക്കകത്ത് കൊണ്ടുവരികയാണെങ്കിൽ കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൂട്ടുന്നവർ പറയുന്നത് ഒരു കമ്പനിക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല, പല ഡിപ്പാർട്ട്മെൻറ്റും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം അവർ കമ്പനിക്കകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂട്ടും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കമ്പനിക്കകത്ത് എന്ത് ചെയ്യും, കൂട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ അവർ പറയുകയാണ് ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മോഡൽ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ യോർക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ഈ ഒരു കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത് മോഡൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്ത് വേണം, കമ്പനീൻ്റെ സ്റ്റാഫുകൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, എന്ത് പ്രൊവൈഡ് ചെയ്യണതാ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സ്റ്റാഫ് ഉണ്ടാവില്ലേ, ആ കമ്പനിക്ക് സ്റ്റാഫുകൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാഫിൻ്റെ എന്ത് കൂടും, സ്റ്റാഫിൻ്റെ സ്കില്ലും കൂടും, അവരുടെ സ്കില്ല് കൂടില്ല, അവരുടെ സ്കില്ല് കൂടുന്നതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ്. രണ്ടാമത്തെ ലക്ഷ്യം ആ കമ്പനിയിൽ എന്ത് കൊണ്ടുവരണം, ടെക്നോളജി കൊണ്ടുവരണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, പല കോസ്റ്റ് അവർക്ക് ടെക്നോളജി മൂലം കുറക്കണം, കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ എന്ത് ചെയ്യണം, എഫിഷ്യൻസി കൂട്ടാൻ പറ്റണം. ഇതാണ് കമ്പനി. ഞാൻ ഷോർട്ടാക്കാൻ വേണ്ടി പോകുന്നത്, ക്വസ്റ്റൻ ഷോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അവരുടെ സ്കില്ലിനെ എൻഹാൻസ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത്തെ കമ്പനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കമ്പനി പേരെന്താ, യോർക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓക്കെ, രണ്ടാമത്തെ കമ്പനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് കോസ്റ്റ് കട്ട് ചെയ്യണം, ടെക്നോളജി കൊണ്ടുവരണം, എന്നിട്ട് എന്ത് ചെയ്യണം, കോസ്റ്റ് കട്ടിങ് കൊണ്ടുവരണം, എഫിഷ്യൻസി എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ, പിന്നെ മൂന്നാമത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ എന്ത് കൂടുന്നതാണ് പറഞ്ഞത്, കമ്പനിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടും, കമ്മ്യൂണിക്കേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, കമ്പനിയുടെ പല ഡിപ്പാർട്ട്മെൻറ്റ് പരസ്പരമുള്ള എന്ത് കൂടും, കമ്മ്യൂണിക്കേഷൻ കൂടും. അപ്പോൾ ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതാ, അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പറയുന്നത് മെക്കൻസി മോഡൽ. ഓക്കെയാണ്, മെക്കൻസി മോഡൽ. അതിനകത്ത് കമ്പനി എന്ത് ചെയ്യണം, സോഫ്റ്റ് എസ്സും ഉണ്ട്, ഹാർഡ് എസ്സും ഉണ്ട്. സോഫ്റ്റ് എസ് ഒരു 4 ഹാർഡ് എസ്സും ഉണ്ട്, 3 സോഫ്റ്റ് എസ്സും ഉണ്ട്, 4 ഹാർഡ് എസ്സും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് എസ്സുകൾ എന്നുള്ളത്. ഓക്കെ, ആദ്യം മെക്കൻസി മോഡലാണ് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ, ദ യോർക്ക് ഇൻവെസ്റ്റേഴ്സ് ഈസ് എംപ്ലോയിങ് ഇൻ മെക്കൻസി 7S മോഡൽ. മെക്കൻസി മോഡൽ യൂസ് ചെയ്യണം ടു സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്. ആ കമ്പനിയുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ എന്താണ് യൂസ് ചെയ്യേണ്ടത്, മെക്കൻസി 7S മോഡൽ എന്ത് ചെയ്യണം, അവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെക്കൻസി 7S മോഡൽ 7S ആയിട്ടാണ് പറയാം. അതിനകത്ത് ഹാർഡ് എസ്സും ഉണ്ട്, പിന്നെ പറയുക സോഫ്റ്റ് എസ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഹാർഡ് എസ് തന്നെ ഉണ്ട്, കണ്ടോ, ഹാർഡ് എസ് 3 ഹാർഡ് എസ് പറയുന്നുണ്ട്. കണ്ടോ, ഇതാണ് 3 ഹാർഡ് എസ്. അതൊക്കെ ഫസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജി, കമ്പനി സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം, സിസ്റ്റം ബിൽഡ് ചെയ്യണം. ഇതാണ് 3 ഹാർഡ് എസ്. ഇനി പറയുന്നുണ്ട് 4 സോഫ്റ്റ് എസ്സുകൾ ഏതൊക്കെയാണ്, ഷെയർഡ് വാല്യൂ, സ്റ്റൈല്, സ്റ്റാഫുകൾ, സ്കില്ല്. അപ്പോൾ കമ്പനി എന്തിലൊക്കെ ഫോക്കസ് ചെയ്യണം, കമ്പനി വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. പിന്നെ സ്റ്റൈല്, കമ്പനി ഒരു സ്റ്റൈൽ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. പിന്നെ കമ്പനിയുടെ സ്റ്റാഫുകൾക്ക് നല്ല സ്കില്ല്, അതുപോലെ കാപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്യണം സ്റ്റാഫുകൾക്ക്, പിന്നെ സ്കില്ല് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് 4 എന്ത് വരുന്നത്, സോഫ്റ്റ് എസ്. അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാമിന് ഒരുപാട് തവണ
പണ്ട് ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു, പിന്നെ ഇത് സിലബസിനകത്ത് നിന്ന് ഇത് ഒഴിവാക്കി കളഞ്ഞു, വീണ്ടും സിലബസിനകത്ത് ഇത് കൊണ്ടുവന്നു. മെക്കൻസി മോഡൽ. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ. ഓക്കെ, ഇതാണ് ചാപ്റ്റർ 5 ചോദിച്ച ഒരു ക്വസ്റ്റൻ. ഓക്കെ, ഇപ്രാവശ്യം RTP അത്ര നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, സിമ്പിൾ RTP ആണ്. ഓക്കെ, ഇനി ഇപ്രാവശ്യം പുതിയ സ്കീമിലോട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ ചോദിക്കുകയാണ്, വൈ ഈസ് ചേഞ്ച് മാനേജ്മെന്റ് ക്രൂഷ്യൽ ഡ്യൂറിങ് ഡിജിറ്റൽ ഒരു കമ്പനി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ, ഡിജിറ്റലി ഈ കമ്പനിക്ക് അകത്തോട്ട് അഡ്വാൻറ്റേജ് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ചേഞ്ച് മാനേജ്മെന്റ് അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാൻ കാരണം. ആൻഡ് വാട്ട് ആർ ദ സം കീ സ്ട്രാറ്റജി ഫോർ നാവിഗേറ്റിംഗ് ദ ചേഞ്ച് എഫക്റ്റീവ്. നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ, എങ്ങനെ മാറ്റം കൊണ്ടുവരുന്നത്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ കമ്പനിക്ക് അകത്തോട്ട് മാറ്റം കൊണ്ടുവരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇത് പുതുതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം ആഡ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഓക്കെ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ? ഫസ്റ്റ് വൺ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലൂടെ കമ്പനി ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ആ കമ്പനി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കണ്ടോ, എത്ര സ്ട്രാറ്റജി പറയുന്നുണ്ട്? 3, 4, 5 അല്ലെ, ഇവിടെ 5 സ്ട്രാറ്റജി പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ അല്ലെ, അതിൻ്റെ എയിം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റം വരുത്തുന്നത്, എന്തൊക്കെ മാറ്റം വരുത്തി എനിക്ക് എന്തൊക്കെ കിട്ടും, നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സെക്കൻഡ് വൺ, ഞാൻ മാറ്റം കൊണ്ടുവരുമ്പോൾ ഞാൻ ഓൾവേസ് ഞാൻ പറഞ്ഞിരിക്കണം, ഞാൻ മാറ്റുന്നുണ്ട്, കമ്പനിക്കകത്ത് മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാറ്റുന്നുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞിരിക്കണം. ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, പിന്നെ ബി റെഡി ഫോർ റെസിസ്റ്റൻസ്, നമ്മളെപ്പോഴും മാറ്റത്തെ ഉൾക്കൊള്ളാൻ നമ്മളിപ്പോൾ റെഡി ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചേഞ്ചസ് ഗ്രാജുവലി, പെട്ടെന്ന് മാറ്റരുത് അല്ലെ, ഗ്രാജുവൽ പയ്യെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നാക്കി എന്ത് ചെയ്യണം, മാറ്റം കൊണ്ടുവരണം. ഓക്കെ, ലാസ്റ്റ് വൺ ഓഫർ, മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അസിസ്റ്റൻസോ ട്രെയിനിങ്ങോ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഓഫർ ചെയ്യണം. ഇതൊക്കെയാണ് സ്ട്രാറ്റജികൾ. എന്തിനും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു 5 സ്ട്രാറ്റജി. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. മേ ബി റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതാണ് RTPക്കകത്ത് വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ RTP അല്ലേ, സിമ്പിൾ RTP. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ MCQ ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ MCQക്കകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, MCQ വളരെ കുറച്ച് ക്വസ്റ്റൻ കേട്ടോ, നോക്കാം. ക്വസ്റ്റൻ നമ്പർ 2 നോക്കിയേ. ABC ഫൗണ്ടേഷൻ എന്തൊരു കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യണം, ഇസ് ഇൻവെസ്റ്റിഗേറ്റ് ദ വേൾഡ് വേർ എവറി ഇൻഡിവിജ്വൽ റിഗാർഡ്ലെസ് ബാക്ക്ഗ്രൗണ്ട് ഹാസ് ആക്സസ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷന്, പിന്നെ എറാഡിക്കേഷൻ ഇല്ലിറ്ററസി ഗ്ലോബലി. ഒന്നുമില്ല, അവർക്ക് നല്ല ഒരു കമ്പനി ABC എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ലക്ഷ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ABC ഫൗണ്ടേഷൻ ഇസ് കമ്മിറ്റഡ് ടു എസ്റ്റാബ്ലിഷിംഗ് 1000 ലേണിംഗ് സെൻറ്റേഴ്സ് വിത്ത് എ ടാർഗറ്റ് ടു റീച്ച് 1 million ലേണേഴ്സ് ദ നെക്സ്റ്റ് 5 years. അവരുടെ ലക്ഷ്യം എന്താ, അടുത്തൊരു വർഷത്തിനുള്ളിൽ, നെക്സ്റ്റ് 5 വർഷത്തിനുള്ളിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ലേണിംഗ് സെൻറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുമൂലം ഒരു 1 million ലേണേഴ്സിന് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ആ കമ്പനി ലക്ഷ്യം. ദർ കോർ വാല്യൂ എംഫസിസ്, ഈ വാല്യൂ മുഖേന അവർക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇക്വാലിറ്റി കൊടുക്കാൻ പറ്റും, എല്ലാവരും തുല്യരാണ് അല്ലെ, എംപവർമെൻറ്റ്, ശാക്തീകരണം കൊടുക്കാൻ പറ്റും, അവർക്ക് അറിവ് നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഒരു സംഭവത്തിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, വാട്ട് റെപ്രസെൻറ്റ് ദ ഫണ്ടമെൻ്റൽ പർപ്പസ് ആൻഡ് ലോങ് ടേം ആസ്പിറേഷൻ ഓഫ് ABC ഫൗണ്ടേഷൻ. ഇവിടെ ഈ ABC എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി കൊടുക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് എന്താണ്, ഈ ലോങ് ടേമിലോട്ട് ഈ കമ്പനി 5 വർഷത്തിലോട്ടാണ് കമ്പനി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പർപ്പസ് എന്താണ്, ഇത് എന്താ സംഭവം? ഒരു കമ്പനി, ആ കമ്പനി ലോങ് ടേമിലോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ കൊടുക്കുക, 1000 സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുക, അതുമൂലം 1 million 10 ലക്ഷം ലേണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ ലോങ് ടൈമിലോട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരു കമ്പനി ലോങ് ടൈമിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ വിളിക്കുന്ന പേരെന്താ? വിഷൻ അല്ലടാ, നമ്മൾ വിഷൻ പഠിച്ചിട്ടുണ്ട്. വിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ? ലോങ് ടൈം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ആൻസർ എന്താണ്? വിഷൻ. ഓക്കെ ആണോ? സിമ്പിളാ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി എന്താ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കിയേ. കനിക നോൺ ആസ് എ ഡെസി ടൈലർ സ്വിഫ്റ്റ്. ഒന്നുമില്ല, ഒരു കമ്പനി ലോഞ്ച് ചെയ്ത് അല്ല, ഇവരെന്ത് ലോഞ്ച് ചെയ്തു? ലിപ്സ്റ്റിക്. ഇവർ ലിപ്സ്റ്റിക് ലോഞ്ച് ചെയ്തു. ബ്രാൻഡ് കൊളോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടല്ലോ, ഒരു ലിപ്സ്റ്റിക് അവർ ലോഞ്ച് ചെയ്തു. എമംഗ് ഇന്ത്യൻസ് ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ്റെ അടികൾ നമുക്ക് നാട്ടിൽ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക് അവർ എന്ത് ചെയ്തു? ബ്രാൻഡ് ചെയ്തു. ഡെസ്പൈറ്റ് എ ലാക്ക് ഓഫ് ഗ്രൗണ്ട് വർക്ക്, ഹെർ സബ്സ്റ്റാൻഷ്യൽ 45 million സോഷ്യൽ മീഡിയ ഫോളോവിങ് ഗെയിൻഡ് സിഗ്നിഫിക്കൻറ്റ് അറ്റൻഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് എന്ത് അറ്റൻഷൻ കിട്ടുന്നുണ്ട്? സോഷ്യൽ മീഡിയയിലൂടെ 45 million എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാ? 45 million സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ ഇടയിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇറക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ബ്രാൻഡ് വരാൻ വേണ്ടി പോകണം അല്ലേ. അവർക്ക് മെയിനായിട്ട് അവർ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലേ. അവരുടെ 45 million വരുന്ന ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർക്ക് ആ ഒരു ഒറ്റ ബലത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ ലിപ്സ്റ്റിക് ബ്രാൻഡുമായിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടി പോകുന്നത്. വിച്ച് ആസ്പെക്ട് ഓഫ് എ മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മൾട്ടിപ്ലെയർ ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഫേവർ ഓഫ് കൊളോർ. ഈ കൊളോർ എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ബ്രാൻഡ് മൈക്കിൾ പോട്ടേഴ്സിൻ്റെ ഏത് കാറ്റഗറിയിലാണ് പെടുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കൊളോർ എന്ന് ഇപ്പോൾ കനിക എന്ന് പറയുന്ന ഒരാൾ, അവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവർക്ക് 45 million സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സ് ഉണ്ട്. വാട്ടവർ എവിടെ ആയിക്കോട്ടെ. അപ്പോൾ അവർക്ക് 45 million ഫോളോവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്ത് പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. അതിൽ തന്നെ ഒരുപാട് ഫോളോയിങ്ങുകളുണ്ട്. അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ബ്രാൻഡ് അല്ല, കൊളോർ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഒരു ലിപ്സ്റ്റിക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഡെസി ടൈലർ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അണ്ടറിൽ. അപ്പോൾ അതുമായിട്ടാണ് അവർ മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൈക്കിൾ പോട്ടേഴ്സിൻ്റെ 5 ഫോഴ്സിൽ നിന്നും ഇവിടെ ഈ ഡെസി എന്ന് പറയുന്ന ഈ കനിക എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് ഈ 5 മൈക്കിൾ പോട്ടേഴ്സിൻ്റെ 5 ഫോഴ്സ് മോഡൽ ഏത് ഫോഴ്സാണ് ഇവിടെ വരുന്നത്?
ഇവർ പുതിയ ലിപ്സ്റ്റിക് കൊണ്ട് വരില്ലേ, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് പുതിയ ലിപ്സ്റ്റിക് കൊണ്ട് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കല്ലേ. അപ്പോൾ അവർ ഏതാ വരിക? ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ് അല്ലേ വരിക. അവർ പുതിയൊരു എൻട്രൻസ് അല്ലേ, മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ എൻട്രൻസ് ആണ് ഈ പറയുന്ന ലിപ്സ്റ്റിക് ബ്രാൻഡ് അല്ലേ. ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്, ഓപ്ഷൻ നമ്പർ ബി. സിമ്പിൾ ക്വസ്റ്റൻ. ഓക്കെ, ലോജിക്കലി മനസ്സിലാവണേ. ലോജിക്കലി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നതാണ് വൺ ഓഫ് ദ കീ ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 വെച്ച് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ? മുഗൾ ഫേസ്ഡ് ഇന്ത്യൻസ് കോമ്പറ്റീഷൻ ഇൻ ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി ഉണ്ട് കേട്ടോ. ടു അഡ്രസ് ദിസ് ഹി ഓപ്റ്റഡ് ഫോർ എ കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജി. മുഗൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് ആവും, ഒരു വ്യക്തിയാവും, വാട്ട് എവർ നബി, പുള്ളിക്കാരൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി, വില കുറച്ച് കൊടുക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി അവർ എന്ത് ചെയ്തു? ഓപ്റ്റ് ചെയ്തു. ഈ ഓപ്റ്റഡ് ഫോർ എ കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജി. എന്തിനു വേണ്ടിയിട്ടാ? ടു അട്രാക്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? കോസ്റ്റ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് കട്ട് ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഓപ്റ്റ് ചെയ്തു വിത്ത് ലോവർ പ്രൈസിങ്. അപ്പോൾ വില കുറച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ. വിച്ച് ഫാക്ടർ കുഡ് പോസ് എ റിസ്ക് ടു മുഗൾസ് കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ആക്ച്വലി ഇവിടെ കോസ്റ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് സ്ട്രാറ്റജി ആയിരിക്കും? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി അല്ലേ. വില കുറച്ചിട്ട് സാധനം വിൽക്കല്ലേ. അപ്പോൾ ഏത് സ്ട്രാറ്റജിയാ? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. അങ്ങനെ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഇവന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഫാക്ടർ കുഡ് പോസ് എ റിസ്ക്, അവന് അനുഭവിക്കുന്ന റിസ്ക് എന്താണ്? കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി അവന് യൂസ് ചെയ്യുന്ന സമയത്ത് താഴെ കുറച്ച് റിസ്ക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് റിസ്ക്കാണ് അവൻ അനുഭവിക്കുക? ടു മുഗൾസ് കോസ്റ്റ് കട്ടിങ്. അവൻ കോസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ അവന് വരാൻ ചാൻസുള്ള റിസ്ക് എന്താണ്? ഇൻഡയറക്റ്റ്ലി അവൻ എന്താ ചോദിച്ചത്? ഡിസ്അഡ്വാൻറ്റേജ് ആണോ അഡ്വാൻറ്റേജ് ആണോ? ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി. കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജി അവൻ യൂസ് ചെയ്യുമ്പോൾ അവന് വരാൻ ചാൻസ് ഇല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിക്ക് വരാൻ ചാൻസ് ഇല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയുടെ ഡിസ്അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്? അപ്പോൾ താഴെ ഒരു 4 പോയിന്റ് ഉണ്ട്. ഈ 4 ഏതോ ഒന്നെന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആണ്. നോക്കാം നമുക്ക്. ഫോർകാസ്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഇത് ഡിസ്അഡ്വാൻറ്റേജ് ആണോ? അല്ല. ഇതെന്താണ്? അച്ചീവിംഗ് ആണ്. ശരിയല്ല, ഇത് അച്ചീവിംഗ് ആണ്. എന്തല്ല? ഡിസ്അഡ്വാൻറ്റേജ് അല്ല. നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റിംഗ് ഇൻ കോസ്റ്റ് സേവിംഗ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിസ്അഡ്വാൻറ്റേജ് ആണോ? അല്ല. ഇതെന്താണ്? അച്ചീവിംഗ് ആണ്. ഓക്കെ, ഇനി 4th പോയിന്റ്. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഡിഫറൻസിയേഷൻ ടിൽ ഇറ്റ് ബിക്കം എസെൻഷ്യൽ. ഇതെന്താണ്? ഡിസ്അഡ്വാൻറ്റേജ് ആണോ? ഇതും അച്ചീവിംഗ് ആണ്. ഇത് 3ഉം അച്ചീവിംഗ് പോയിന്റാണ്. ഇനി എന്താ? ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ഇൻഡസ്ട്രി. ടെക്നോളജി നമ്മളെ കോസ്റ്റ് കട്ടിംഗ് സ്ട്രാറ്റജിയെ ബാധിക്കും. ഇതാണ് എന്ത്? ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താ ആൻസർ എന്താ വരുന്നത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് ഏതാ റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ സി അല്ലേ. അതായത് ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത് ഈ 4 ഡിസ്അഡ്വാൻറ്റേജ് വരുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ നമ്പർ സി. ഓക്കെ ആണോ? കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 5, Condic operator in software industry and enjoy a strong position in the market. Okay, they have identified an opportunity to acquire a small company. ഈ കമ്പനിക്ക് എന്ത് അവർക്ക് ഒരു അവസരം കിട്ടി ടു അക്യൂർ ചെയ്യാൻ വേണ്ടി എ സ്മോളർ കമ്പനി, ഒരു ചെറിയൊരു കമ്പനി അക്യൂർ ചെയ്യണം അവർക്ക്. ടു എക്സ്പാൻഡ് ദെയർ പ്രൊഡക്റ്റ് ഓഫറിംഗ്. അവർ പ്രൊഡക്റ്റ് ഒക്കെ ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കമ്പനി അവർ അക്യൂർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വിച്ച് കോർഡൻ ഓഫ് മെൻഡലോസ് മെട്രിക്സ്. താഴെ മെൻഡലോസ് മെട്രിക്സ് സെൻറ്ററിൽ വരുന്ന 4 ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പെടുന്ന ആ 4 ഫാക്ടേഴ്സിൽ ഏത് ഫാക്ടറാണ് CEO ഓഫ് ദ സ്മോളർ കമ്പനി ഫോളോയിങ്? ഒരു കമ്പനിൻ്റെ CEO താഴെ പറയുന്ന ഫാക്ടേഴ്സിൽ ഏതാണ് വരിക? നമ്മൾ പഠിച്ചു ഒരു കമ്പനിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഡിഫറൻറ്റ് ടൈപ്സ് ആക്കി ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ ബേസിലാണ്? ഒന്ന് പവറിൻ്റെയും ഇൻട്രസ്റ്റിൻ്റെയും ബേസിൽ ട്രീറ്റ് ചെയ്യും. ഹൈ പവർ, ഹൈ ഇൻട്രസ്റ്റ്, ലോ പവർ, ലോ ഇൻട്രസ്റ്റ്, ഹൈ പവർ, ലോ ഇൻട്രസ്റ്റ്, ലോ പവർ, ഹൈ ഇൻട്രസ്റ്റ്. അതിൽ ഒരു കമ്പനിൻ്റെ CEOക്ക് എന്താ വരിക? ഒരു കമ്പനി CEO എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിൽ പെട്ടതാണ്. ആ CEOക്ക് കമ്പനിക്ക് ഹൈ പവർ ഉണ്ടാവും, ഹൈ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. അവർ ഏത് കാറ്റഗറിയാണ് വരിക? കീ പ്ലേയേഴ്സ് അല്ലേ വരിക. ഓക്കെ ആണ്. കീപ് സാറ്റിസ്ഫൈഡ് ഉണ്ടാവും, ലോ പ്രയോറിറ്റി, കീപ് ഇൻഫോംഡ്. ഇതിലല്ല വരിക. അവരേതാ വരികയാണ്? ഒരു കമ്പനി CEO നേരം അവർ കീ പ്ലേയേഴ്സ് ആയിരിക്കും. അവർക്ക് എന്താണ്? പവറും കൂടുതലാക്കാനും ആ കമ്പനിക്ക് ഇൻട്രസ്റ്റ് എന്തേക്കാരം? ആ കമ്പനിക്ക് ഇൻട്രസ്റ്റും എന്തേക്കാരം? കൂടുതലായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ അത് വരിക കീ പ്ലേയേഴ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ, വാട്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ബെസ്റ്റ് സൂട്ടഡ്? താഴെ 4 സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും സൂട്ടബിൾ ആയ സ്ട്രക്ചർ ഏതാ? ആർക്ക്? ഫോർ എ ഹൗസ് ഓഫ് ജെനീസ് സ്ട്രാറ്റജിക് നീഡ്. ജെനിയുടെ ഹൗസിന്, ജെനിക്ക് സൂട്ടബിൾ ആയ സ്ട്രക്ചർ ഏതാ? ഇനി പറയാം ജെനിയുടെ എന്ത് ടൈപ്പ് സ്ട്രക്ചറിങ്ങാ? അവർക്ക് എന്ത് വേണം? ഡൈനാമിക് അലൊക്കേഷൻ ഓഫ് റിസോഴ്സ് അല്ലേ. അവർക്ക് ഡൈനാമിക് റിസോഴ്സ് അലൊക്കേറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യണം? റിസോഴ്സുകളൊക്കെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. പിന്നെ പറയാണ് എൻഷുറിങ് ഈച്ച് പ്രൊജക്റ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് മെൻറ്റേഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെനിക്ക് 1, 2, 3, 4 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഈ ഓരോ പ്രൊജക്റ്റിനെയും സെപ്പറേറ്റ് ആക്കി എന്ത് ചെയ്യണം? മെൻറ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കി എന്ത് ചെയ്യണം? നോക്കണം. ഓരോന്നും സെപ്പറേറ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം, നോക്കണം. ഓക്കെ ആണോ? ആൻഡ് മാക്സിമൈസർ, ഓരോന്നിനും നമ്മൾ ഓരോന്നിൻ്റെയും പേര് നമ്മൾ മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടി നോക്കണം. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ലീഡേഴ്സ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ മീൻസ് ഒന്നിൽ കൂടുതൽ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ പ്രൊജക്റ്റ് 1, പ്രൊജക്റ്റ് 2 ഉണ്ട് അല്ലേ, പ്രൊജക്റ്റ് 2 ഉണ്ട്, പ്രൊജക്റ്റ് 3 ഉണ്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? 1, 2 ഒന്നിൽ കൂടുതൽ ലീഡേഴ്സ് നമുക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ ബോസ് ഉണ്ടാവും. ഒരു കമ്പനിയിൽ ഒരു ഫംഗ്ഷനിൽ നിന്നും ഒന്നിൽ കൂടുതൽ ബോസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഏത് സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? മെട്രിക് സ്ട്രക്ചർ. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് നോക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ ബോസുകൾ ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, ഹവർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏതാ സൂട്ടബിൾ? മെട്രിക് സ്ട്രക്ചറാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ RTP. 2024 മെയ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്രാവശ്യം ഇറക്കിയ RTP ആണ്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് റിയലി വെൽ. വെരി വെരി സിമ്പിൾ, അത്രയും സിമ്പിൾ RTP ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന എക്സാം എന്തായിരിക്കും? അത്രത്തോളം സിമ്പിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.